അയ്യപ്പ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്ഷയ കാറ്ററിംഗ് തൊടുപുഴ, കോസ്പോൺസേഡ് ബൈ വുഡ്ലാൻഡ് പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടൽ തൊടുപുഴ. കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ, എല്ലാത്തരം വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നു. നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ, സ്വാദിൽ ഒരൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ, പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ വിഭവസമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം ഫോൺ 9744406785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ഹൈറേഞ്ചിന്റെ കവാടമായ തൊടുപുഴയിൽ രുചിവൈവിധ്യങ്ങളുടെ നിറക്കലവറയായി വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ. കൈപുണ്യത്തിന്റെ മികവ് തെളിയിച്ചുകൊണ്ട് വിവിധയിനം ദോശകൾ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് എന്നിങ്ങനെ കലർപ്പില്ലാത്ത വെജിറ്റേറിയൻ വിഭവങ്ങൾ. ഗ്രഹാതുരത്വം തുളുമ്പുന്ന അന്തരീക്ഷത്തിൽ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ, തൊടുപുഴ മൂവാറ്റുപുഴ റോഡ്, മടക്കത്താനം, കൊച്ചങ്ങാടി. ഇരട്ടി മധുരവുമായി വുഡ്ലാൻഡ് സ്വീറ്റ്സ് എന്ന മധുരക്കലവറയിൽ. ഞങ്ങളുടെ മറ്റൊരു സഹോദര സ്ഥാപനം വിജയ ബ്രിക്സ്, മടക്കത്താനം, കൊച്ചങ്ങാടി. സ്വാമി ശരണമയ്യപ്പ. വൃശ്ചികമാസം 26 തിരുനട ദർശന സൗഭാഗ്യം തേടി വരുന്ന ഭക്തജനങ്ങളുടെ മുമ്പിൽ തുറന്നിട്ട് 26ാമത് ദിവസമാണ്. ശബരിമല യാത്രയിലെ വിവിധ മുഹൂർത്തങ്ങൾ കഴിഞ്ഞ 25 ദിവസമായി നമ്മൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലെ പേട്ട ഭാഗത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. 25ാമത് ദിവസം അമ്പലപ്പുഴ പേട്ട വിശദമായിട്ട് സമർപ്പിച്ചു. ഇന്ന് 26ാം ദിവസമാണ്. ഇന്നത്തെ ദിവസം അമ്പലപ്പുഴയുടെ പ്രാധാന്യത്തോടൊപ്പം തന്നെയുള്ള ആലങ്ങാട് പേട്ട സംഘത്തെക്കുറിച്ചാണ് നമ്മുടെ വിശദീകരണം വരുന്നത്. ആലങ്ങാട് പേട്ട സംഘം വീരമണികണ്ഠൻ്റെ ഏറ്റവും അടുത്ത അനുയായികളിൽ ചിലരാണ് എന്നുള്ള വസ്തുത നമ്മൾ അറിയണം. ആലങ്ങാട് സ്വതന്ത്ര നാട്ടുരാജ്യമായിരുന്നു. രാജഭരണകാലത്ത് തിരുവിതാംകൂറിന് കപ്പം നൽകിയിരുന്നതാണ്. ആലങ്ങാടുകാർക്ക് ഒരു പിടിപ്പാടകലെയാണ് വിസ്തൃതമായ ചെമ്പോല കളരി. ആലങ്ങാട് രാജാവ് സമർപ്പിച്ചതാണിത്. 4 കളരിക്ക് ആശാനായിരുന്നു ചെമ്പോലക്കുറുപ്പ് കാരണവർ. മണികണ്ഠസ്വാമിക്ക് ആയുധവിദ്യ നൽകുന്നതിനുള്ള, പഠിപ്പിക്കുന്നതിനുള്ള ഗുരുക്കന്മാരെ അന്വേഷിച്ച് പന്തളം രാജാവിന് കൊച്ചുകടുത്ത സ്വാമിയും വലിയ കടുത്ത സ്വാമിയും ചെമ്പോലക്കളരിയുടെ പ്രസിദ്ധിയെക്കുറിച്ച് അറിവ് നൽകി. അന്നത്തെ പന്തളത്ത് തമ്പുരാൻ രാജരാജവർമ്മ കരിമലയിൽ താമസമാക്കിയിരുന്ന തസ്കരൻ ഉദയനെ അമർച്ച ചെയ്യുന്നതിന് പന്തളം രാജൻ ആലങ്ങാട് തമ്പുരാൻ്റെ സഹായം അഭ്യർത്ഥിച്ചു. ആലങ്ങാടിൻ്റെ ആജ്ഞാനുസരണം ചെമ്പോലക്കുറുപ്പ് കാരണവരുടെ ശിക്ഷണത്തിൽ അടവുകൾ പയറ്റിത്തെളിഞ്ഞ പ്രസിദ്ധനും പരാക്രമശാലിയുമായ മുപ്പത്തടം കാമ്പിള്ളി തറവാട്ടിലെ യുവ പടത്തലവൻ്റെ നേതൃത്വത്തിൽ ചെമ്പോല കുറുപ്പ് കാരണവർ 4 കളരികളിലെ അഭ്യാസികളെ ഒരുമിച്ച് ചേർത്ത് ആലങ്ങാട് ചെമ്പോലക്കളരിയിൽ വിളിച്ചു ചേർത്ത് സാക്ഷാൽ മണികണ്ഠസ്വാമിയോടൊപ്പം സൈന്യത്തെ അയച്ചു. മണികണ്ഠസ്വാമിക്ക് നിഷ്പ്രയാസം അറവപ്പടയെ എതിരിടുന്നതിനായി അമ്പലപ്പുഴ സംഘവും വാവരുസ്വാമിയുടെ നേതൃത്വത്തിലുള്ള സംഘവും ഒത്തുചേർന്ന് എരുമേലിയിലെ കൊടുങ്കാടുകളിൽ പ്രവേശിച്ച് കാനനപ്പാതയെ തെളിച്ചു കൊടുക്കുകയും പിന്നീട് നടന്ന ഘോരയുദ്ധത്തിൽ മറവപ്പടയെയും കൊള്ളക്കാരെയും നിഗ്രഹിച്ച് പന്തളത്തിന് നേരിട്ട അരക്ഷിതാവസ്ഥ, അതിൽ സുരക്ഷ ഒരുക്കുകയും ചെയ്തു. അന്ന് എരുമേലിയിൽ വിജയാഹ്ലാദ സൂചകമായി ആലങ്ങാട് അമ്പലപ്പുഴ സംഘാംഗങ്ങൾ ആനന്ദ നൃത്തമാടിയതാണ് ഇന്നത്തെ പേട്ട എന്നും ഒരു കൂട്ടർ വിശ്വസിക്കുന്നു. മണികണ്ഠസ്വാമിയുടെ ഈ വിജയമറിഞ്ഞ് പന്തളത്തുകരയിൽ പരവാരങ്ങളുമായി എത്തിയ മണികണ്ഠകുമാരനെ പന്തളത്തേക്ക് രാജാവ് സ്വീകരിച്ചു. കുമാരൻ പറഞ്ഞു,
എൻ്റെ അവതാര ഉദ്ദേശം പൂർത്തിയായി. ദുഷ്ടനിഗ്രഹം ആയിരുന്നു ലക്ഷ്യം, അത് സാധിച്ചു. അങ്ങനോട് കാണിച്ച ഭക്തിയിലും വിശ്വാസത്തിലും ഞാൻ അതീവ സന്തുഷ്ടനാണ്. അവതാര ഉദ്ദേശം പൂർത്തിയായതിനാൽ തനിക്ക് മടങ്ങുകയേ നിവൃത്തിയുള്ളൂ എന്ന വസ്തുത മണികണ്ഠൻ രാജാവിനെ അറിയിച്ചു. ആലങ്ങാട് സംഘത്തലവനെ പന്തളം സർവ്വസൈന്യാധിപനായി സ്വാമി അവരോധിച്ചു. മണികണ്ഠസ്വാമി തുടർന്ന് ശ്രീധർമ്മശാസ്താവിൽ വിലയം പ്രാപിച്ചു. 6 പതിറ്റാണ്ടുകൾക്ക് മുൻപ് പന്തളം രാജാവ് ആലങ്ങാടിന് നൽകിയ കൊടിയും ഗോളകയും ഇന്നും നിധിക്ക് തുല്യമായി അവർ സൂക്ഷിക്കുന്നു. ഒരേ തരത്തിലുള്ള കലകൾ പതിപ്പിച്ച 3 കൊടികളാണുള്ളത്. ഒന്ന് സന്നിധാനത്ത്, മറ്റൊന്ന് പന്തളം കൊട്ടാരത്തിൽ, ശേഷമുള്ള കൊടി സൂക്ഷിച്ചിരിക്കുന്നത് ശ്രീധർമ്മശാസ്ത്ര ആലങ്ങാട് യോഗത്തിലാണുള്ളത്. കൊച്ചി രാജാവിൻ്റെ പെരുമ്പടപ്പ് സ്വരൂപത്തിൻ്റെ സാമന്തനായിരുന്നു ആലങ്ങാട് രാജാവ്. മങ്ങാട്ട് കൈമൾ എന്നും ഇദ്ദേഹത്തെ വിളിച്ചിരുന്നു. ആലങ്ങാടിൻ്റെ പര്യായമായിരുന്നു മങ്ങാട് എന്നറിയണം. 1756 സാമൂതിരി ആലങ്ങാട് ആക്രമിച്ച് കീഴടക്കി. 6 വർഷങ്ങൾക്ക് ശേഷം 1762 തിരുവിതാംകൂർ സാമൂതിരിയെ അവിടെ നിന്നും തോൽപ്പിച്ചോടിച്ചു. അതിന് പ്രതിഫലമായിട്ട് ആലങ്ങാടും പറവൂരും തിരുവിതാംകൂറിന് വിട്ടു നൽകി. മലയാള വർഷം 939 മേടമാസം 14-ാം തീയതി മങ്ങാട് നാട് എഴുതി വാങ്ങിച്ച് ശ്രീപത്മനാഭസ്വാമി ശ്രീകോവിലിൽ തൃപ്പടി ദാനം ചെയ്തു വക എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. തിരുവിതാംകൂറിൻ്റെ സർക്കാർ രേഖയിൽ ആലങ്ങാട് രാജ്യത്തിൻ്റെ അതിരുകൾ ഇപ്രകാരമാണ് പറഞ്ഞിട്ടുള്ളത്: മഞ്ഞപ്ര പടിഞ്ഞാറ്, വരാപ്പുഴയ്ക്ക് പടിഞ്ഞാറ്, തത്തപ്പള്ളിക്ക് കിഴക്ക്, കൊച്ചുകടവിന് തെക്ക്. ഈ 4 ഏലുകൾക്കകത്തുമുള്ള വസ്തുക്കളും ആളടിയാരും സ്ഥാനമാനങ്ങൾ ഏർപ്പെട്ടതും 937 കുംഭമാസം മുതൽക്ക് തിരുമനസ്സുകൾ കൽപ്പിച്ചും ഇതിനകത്തുള്ള ദേവ ബ്രാഹ്മണരെയും കുട്ടികളെയും രക്ഷിക്ക് എന്ന് ഈ രേഖ അനുശാസിക്കുന്നു. ഈ സ്ഥലം തൃപ്പടിദാനം ചെയ്തതുകൊണ്ട് തന്നെ ഇത് തിരുവിതാംകൂർ കൊട്ടാരത്തിൽ അധീനപ്പെട്ടതാണ്. പറവൂർ താലൂക്കിൽ ഒരു വില്ലേജിന് മാത്രമായി ആലുവയ്ക്ക് 6 കിലോമീറ്റർ പടിഞ്ഞാറായി ആലങ്ങാട് സ്ഥിതി ചെയ്യുന്നു. മണികണ്ഠസ്വാമിയുടെ വിശ്വസ്ത സേവകരായിരുന്നു ആലങ്ങാട്ടുകാർ. നേരത്തെ സൂചിപ്പിച്ച ചെമ്പോലക്കളരിയിലാണ് മണികണ്ഠസ്വാമിയുടെ ആയുധാഭ്യാസ പഠനം നടന്നത്. മഞ്ഞപ്ര അമ്പാടത്ത് കേശവപിള്ളയ്ക്ക് മണികണ്ഠൻ കനിഞ്ഞനുഗ്രഹിച്ച് നൽകിയതാണ് ഭസ്മസഞ്ചിയും മുദ്രവടിയും. ഇന്നും ഈ പവിത്ര വസ്തുക്കൾ അമ്പാടി തറവാട്ടിൽ മാളികയിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അമ്പാടത്ത് തറവാട് എന്നാണ് അത് അറിയപ്പെടുന്നത്. ധനുമാസം 19-നാണ് ആലങ്ങാട്ടുകാരുടെ കെട്ടുമുറുക്ക്. പിറ്റേ ദിവസം പെരുമ്പാവൂർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വിളക്ക് കൊളുത്തി മലയാത്രയ്ക്ക് ആരംഭം കുറിക്കുന്നു. തലയിൽ തോർത്ത് കെട്ടാതെ നേരിട്ട് തലയിലാണ് ഇരുമുടി അവർ വഹിക്കുന്നത്. കറുത്ത വസ്ത്രം മാത്രമേ ഈ യാത്രയിലുടനീളം അവർ ധരിക്കുകയുള്ളൂ. അയ്യപ്പോ എന്ന ഒരു സംജ്ഞയല്ലാതെ, മന്ത്രമല്ലാതെ മറ്റൊന്നും ഇവർ ഉരുവിടുകയില്ല. പേട്ടതുള്ളലിനും മറ്റും ശേഷം സന്നിധാനത്തെത്തുന്ന ആലങ്ങാട് യോഗം തൂവെള്ള വസ്ത്രം ധരിച്ച് സന്നിധാനത്ത് നടത്തുന്ന താലം എഴുന്നള്ളത്ത് ഒരപൂർവ ദൃശ്യമാണ്. താലം എടുക്കുന്നതിനുള്ള അവകാശം, താലം നടത്തുന്നതിനുള്ള അവകാശവും ഇവർക്ക് മാത്രമേ ഉള്ളൂ. ആചാരചമയങ്ങളും കൊടി എന്നിവ ദേവസ്വമാണ് ഇവർക്ക് നൽകുന്നത്. മകരം 1-ന്, മകരം 2-ന് പ്രത്യേക നിവേദ്യം സന്നിധാനത്ത് നടത്തുന്നതിൻ്റെ പേര് പന്തിരുനാഴി നിവേദ്യം എന്നാണ്. ക്യൂ നിൽക്കാതെ സന്നിധാനത്തിലേക്ക് നേരിട്ടുള്ള പ്രവേശനം അമ്പലപ്പുഴക്കാർക്കുള്ളതുപോലെ ആലങ്ങാട്ടുകാർക്കും ഉണ്ട്. മണികണ്ഠ ചരിത്രത്തിൽ എന്നതുപോലെ
ആലങ്ങാടിനും അമ്പലപ്പുഴയ്ക്കും അയ്യപ്പ ചരിത്രത്തിലും മേൽക്കൈയുണ്ട്. തൻ്റെ ജീവിത ലക്ഷ്യം പൂർത്തീകരിച്ച അയ്യപ്പസ്വാമി ശബരിമലയിലേക്ക് പോകുമ്പോൾ സഹായികളായി അമ്പലപ്പുഴ ആലങ്ങാട്ടുകാർ അനുധാവനം ചെയ്തിരുന്നു എന്നും ശരംകുത്തിയിലെത്തിയപ്പോൾ അയ്യപ്പൻ അവർക്ക് തിരിച്ചു പോകാൻ നിർദ്ദേശം നൽകിയതിനോടൊപ്പം ഇനി മുതൽ എല്ലാ ധനുമാസത്തിലും സംക്രാന്തി ദിവസം എന്നെ കാണാൻ എത്തണമെന്ന് അനുഗ്രഹിച്ച് അന്തർധാനം ചെയ്തു എന്നും ഐതിഹ്യം. അന്തർധാനം ചെയ്തത് എങ്ങോട്ട് എന്ന് നമുക്ക് കൃത്യമറിയാം. അയ്യപ്പൻ വിലയം പ്രാപിച്ചത് ശബരിമല ശ്രീധർമ്മശാസ്ത്ര വിഗ്രഹത്തിലാണ്. എരുമേലിൽ നടക്കുന്ന പേട്ടതുള്ളൽ എന്ന ചടങ്ങ് ഒരു കാലത്ത് അവസാനിപ്പിച്ചിരുന്നത് ആലങ്ങാട് പേട്ടയോടൊപ്പമാണ്. അതായത് ധനുമാസം 27-ാം തീയതി രാവിലെ അമ്പലപ്പുഴയും ഉച്ചയ്ക്ക് ശേഷം ആലങ്ങാടും പേട്ട കെട്ടുന്നത് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ, അതായത് പേട്ടതുള്ളൽ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷം മാത്രമേ പേട്ടതുള്ളൽ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ ആ ആചാരപ്പെരുമ പൂർണ്ണമായും നഷ്ടപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ മഹത്വം ഇല്ലാതാക്കിയതായി നമുക്ക് കാണേണ്ടതായി വരും. ഓരോ മാസപൂജയ്ക്ക് പോലും 10 പേര് വന്നാൽ ആ 10 പേരും പേട്ട തുള്ളിക്കളയുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ആചാരപരമായ മഹത്വം ഒന്നും മനസ്സിലാക്കാതെയാണ് പേട്ട തുള്ളുന്നത് എന്നതാണ് ഇതിൽ നിന്നും ബോധ്യപ്പെടേണ്ടത്. പമ്പയിലെത്തുന്ന ആലങ്ങാട്ടുകാർ പമ്പ വിളക്കും പമ്പാസദ്യയും നടത്തി തിരുവാഭരണത്തിന് അകമ്പടിയായാണ് മല ചവിട്ടുന്നത്. അമ്പലപ്പുഴക്കാർ അമ്മ വഴിക്ക് വൈഷ്ണവരും ആലങ്ങാട്ടുകാർ അച്ഛൻ വഴി ശൈവരുമായിട്ടാണ് കാണുന്നത്. ഇനി നമുക്കറിയേണ്ടുന്നത്, മുൻ എപ്പിസോഡിൽ നമ്മൾ വ്യക്തമാക്കിയതുപോലെ അമ്പലപ്പുഴ സംഘത്തിൻ്റെ ചടങ്ങുകളെക്കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞിരുന്നത് പോലെ ആലങ്ങാട് സംഘത്തിൻ്റെ ചടങ്ങുകളും നമുക്കൊന്നറിയാൻ ശ്രമിക്കാം. കഠിന വ്രതാനുഷ്ഠാനത്തോടെയാണ് മഞ്ഞപ്പുറയിലുള്ള ആലങ്ങാട് യോഗക്കാരുടെ പേട്ടയൊരുക്കം. മൂവാറ്റുപുഴ 6 വടക്കുള്ളവരാണ് ആലങ്ങാട് യോഗം. ധനു 18 കെട്ടുമുറുക്ക്, ഗോളക, കൊടി, അരമണി, ചുറ്റികകൾ, ഭസ്മസഞ്ചി, മുദ്രവടികൾ, മറ്റു തിരുവാഭരണങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെയാണ് പുറപ്പാട്. പെരുമ്പാവൂർ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വിളക്ക് നടത്തും. ധനു 20 കീഴില്ലം മഹാദേവ ക്ഷേത്രത്തിൽ പാനകപൂജ. രാമപുരം, കടപ്പാട്ടൂർ ക്ഷേത്രങ്ങളിലും പാനകപൂജയുണ്ടാവും. മൂവാറ്റുപുഴ പുഴക്കരക്കാവ്, കൂത്താട്ടുളം മഹാദേവ ക്ഷേത്രം, പൊൻകുന്നം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം, പൂവരണി ദേവീക്ഷേത്രം വഴി ധനു 26 എരുമേലിയിലെത്തിച്ചേരും. എരുമേലിയിലെ വിരിസ്ഥലങ്ങളിൽ പീഠം വയ്ക്കലും പൂജകളും. ധനു 27 രാവിലെ 9 മണിക്ക് പേട്ടക്കാണിക്ക് സമർപ്പണത്തിന് വിളക്ക് വയ്ക്കും. ഗുരുപൂജ എന്ന നിലയിലാണ് ഈ സമർപ്പണം നടത്തുന്നത്. പൂജ നടത്തും. പേട്ടയ്ക്ക് വേണ്ട ഒരുക്കങ്ങൾ നടത്തും. ഉച്ചയ്ക്ക് ശേഷം പേട്ടസ്ഥാനത്ത് എഴുന്നള്ളിപ്പ്. യോഗാംഗങ്ങളെല്ലാം വെള്ളവസ്ത്രം ധരിച്ച് പാദാദികേശം കളഭം പൂശും. പേട്ട ശാസ്താക്ഷേത്രത്തിലെത്തി ഗോളക ചാർത്തി പൂജ. പകൽ തെളിയുന്ന നക്ഷത്രം കണ്ട് പേട്ടതുള്ളൽ തുടങ്ങും. വാവരുപള്ളിയിൽ ഇവർ കയറില്ല. വലിയമ്പലത്തിൽ പ്രദക്ഷിണം വച്ച് ക്ഷേത്രദർശനം സാധിച്ച് ധനു 29 മല ചവിട്ടുന്നത്. പമ്പയിൽ അയ്യപ്പ സേവാ സംഘത്തിൽ വിരിവയ്ക്കും. പാനകപൂജ, പമ്പാസദ്യ, പമ്പാ വിളക്ക് എന്നിവ നടത്തും. മല കയറി സന്നിധാനത്തെത്തി മാളികപ്പുറത്തിന് സമീപം വിരിവയ്ക്കും. ഇരുമുടിക്കെട്ട് സമർപ്പണമാണ് പിന്നത്തേത്. മകരജ്യോതി ദർശനം ധനു 30. മകരം 2 മാളികപ്പുറത്ത് നിന്നും കർപ്പൂര താലം എഴുന്നള്ളിപ്പ്. 18-ാം പടിയിൽ കർപ്പൂരം കത്തിച്ച് പടിപൂജ. മകരം 3 നെയ്യഭിഷേകം. പന്തിരുനാഴി നിവേദ്യം. മുഴുക്കാപ്പ് ചാർത്തി ഉച്ചപൂജ ദർശനം. അപ്പം, അരവണ എന്നിവ ഉണ്ടാക്കി നിവേദ്യ സമർപ്പണം. മകരം 4 കാണിക്ക സമർപ്പിച്ച് വെടിവഴിപാട് നടത്തി മലയിറക്കം. ഇത്രയും കാര്യങ്ങൾ അനുഷ്ഠിച്ചാണ്
ഓരോ തവണയും ആലങ്ങാട് സംഘം ശബരിമലയിൽ എത്തിച്ചേരുന്നത്, ശബരിമലയിൽ എത്തിക്കഴിഞ്ഞാലും അവർക്ക് ഇത്രയും ചടങ്ങുകളിൽ പങ്കെടുക്കേണ്ടതായും അത് മുഴുവനും നടത്തേണ്ടതായുമുണ്ട്. അപ്പോൾ ആലങ്ങാട് അമ്പലപ്പുഴ സംഘങ്ങളുടെ പേട്ടതുള്ളൽ സംബന്ധിച്ചും അവർ വരുന്ന വഴിക്ക് അനുഷ്ഠിക്കുന്ന ചടങ്ങുകളെക്കുറിച്ചുമാണ് 25, 26 എപ്പിസോഡുകളിലൂടെ പൂർത്തിയാവുന്നത്. കാലടിക്കടുത്ത് മഞ്ഞപ്ര പഞ്ചായത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആക്കുന്ന് ക്ഷേത്രം എന്നാണ് ഇതറിയപ്പെടുന്നത്. കലിയുഗവരദനായ ശ്രീധർമ്മശാസ്താവിൻ്റെ വരദാനത്തിന് മകുടോദാഹരണമായി ഈ ക്ഷേത്രം വിരാജിക്കുന്നു. എറണാകുളം ജില്ലയിലെ കാലടിക്ക് സമീപത്തുള്ള മഞ്ഞപ്രക്കാർക്ക് പറയാനുള്ളത് വിശ്വാസത്തിൻ്റെ പൊൻതിളക്കം. പ്രാചീന കാലത്ത് ഈ സ്ഥലം ആലങ്ങാട് സ്വരൂപത്തിൽ ഉൾപ്പെട്ടിരുന്നതാണ്. ആലങ്ങാട് യോഗത്തിൻ്റെ അന്നത്തെ ഗുരുസ്വാമി പെരിയസ്വാമി കേശവപിള്ള എന്ന വ്യക്തിത്വമായിരുന്നു. മഹാഭക്തനായ കേശവപിള്ളയ്ക്ക് ഒരു വർഷം മകരവിളക്ക് തൊഴാൻ യാത്ര തിരിക്കാൻ സാധിച്ചത് ധനു 29-നായിരുന്നു. എരുമേലി പേട്ട പോലും കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് മാത്രമേ അദ്ദേഹത്തിന് പുറപ്പെടാൻ സാധിച്ചുള്ളൂ. മകരവിളക്ക് കണ്ട് തൊഴാനാകുമെന്ന് ഒട്ടും തീർച്ചയില്ലാത്ത ഒരു യാത്ര. എങ്കിലും വിശ്വാസപൂർവം അദ്ദേഹം യാത്ര തുടർന്നു. കുറെ കഴിഞ്ഞപ്പോൾ മധ്യവയസ്കനായ ഒരു ബ്രാഹ്മണനെ കൂട്ടിന് കിട്ടി. അവരങ്ങനെ യാത്ര തുടർന്നു. സമീപത്ത് കണ്ട ഒരു ക്ഷേത്രത്തിൽ ദർശനം നടത്തി അതിനുശേഷം യാത്ര തുടരാം എന്നവർ തീരുമാനിച്ചു. ഒരു ശിലയും ഭസ്മസഞ്ചിയും മുദ്രവടിയും കേശവപിള്ളയെ ഏൽപ്പിച്ച് ബ്രാഹ്മണൻ ക്ഷേത്ര ദർശനത്തിന് പോയി. ക്ഷേത്ര ദർശനത്തിന് പോയ ബ്രാഹ്മണനെ കാത്തിരുന്ന കേശവപിള്ള ക്ഷീണാധിക്യം കൊണ്ട് ഉറങ്ങിപ്പോയി. ആരുടെയോ വിളിയും ശബ്ദവും കേട്ടാണ് കേശവപിള്ള കണ്ണു തുറന്നത്. ഉണർന്നപ്പോൾ തനിക്ക് ചുറ്റും കാണുന്ന കാഴ്ച അദ്ദേഹത്തിന് വിശ്വസിക്കാൻ സാധിച്ചില്ല. താൻ അനേകം അയ്യപ്പന്മാരുടെ മധ്യത്തിൽ 18-ാം പടിക്കൽ നിൽക്കുകയാണ്. മുദ്രവടിയും സഞ്ചിയും ശിലയും തൻ്റെ കയ്യിലുണ്ട്. ഇത് തന്നെ ഏൽപ്പിച്ച ആ ബ്രാഹ്മണനെ ഈ സമയത്ത് എങ്ങനെ താൻ കണ്ടെത്തുമെന്നറിയാതെ ആശങ്കയോടെ നിന്ന കേശവപിള്ളയുടെ സമീപത്തേക്ക് ബ്രാഹ്മണൻ കടന്നു വന്നു. നാം യാത്ര പുറപ്പെടുന്ന സമയത്ത് കണ്ടുമുട്ടിയ കുന്നിൽ ഈ ശില പ്രതിഷ്ഠിക്കുക. എൻ്റെ സാന്നിധ്യം എപ്പോഴും അവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞ ശേഷം ബ്രാഹ്മണൻ മറഞ്ഞു. അയ്യപ്പസ്വാമിയുടെ നിർദ്ദേശപ്രകാരമാണ് ആക്കുന്ന് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നിർവഹിച്ചിട്ടുള്ളത്. അത് അയ്യപ്പസ്വാമിയുടെ വരദാനമാണ് എന്ന് അവിടുത്തെ ശില പോലും മനസ്സിലാക്കുന്നു. ഭസ്മസഞ്ചി പിഞ്ഞി തുടങ്ങുമ്പോൾ മറ്റൊന്ന് അതിനോട് ചേർത്ത് പിടിപ്പിക്കുന്നത് കൊണ്ട് ഇപ്പോഴും ഏതാനും സഞ്ചികളോട് കൂടിയാണ് ഭസ്മസഞ്ചി കാണാനാവുക. മുദ്രവടിയാവട്ടെ 1928 വെള്ളി ഉറ ഉണ്ടാക്കി അതിലിട്ട് സ്വർണം കെട്ടിയാണ് സൂക്ഷിക്കുന്നത്. കേശവപിള്ളയുടെ കാലശേഷം അമ്പാടത്ത് കുടുംബത്തിൽ നിന്ന് ഒരാൾ ഉറപ്പായും ശബരിമലയ്ക്ക് പോകാറുണ്ട്. ദേശീയപാത 47 അങ്കമാലി ജംഗ്ഷനിൽ നിന്നും 7 കിലോമീറ്റർ അകലെ കിഴക്ക് മഞ്ഞപ്ര ഗ്രാമപഞ്ചായത്തിലാണ് ആക്കുന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഏവർക്കും നന്ദി, നമസ്കാരം. സ്വാമിയേ ശരണമയ്യപ്പ. അയ്യപ്പ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് അക്ഷയ കാറ്ററിംഗ് തൊടുപുഴ. കോ-സ്പോൺസേഡ് ബൈ വുഡ്ലാൻഡ് പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടൽ തൊടുപുഴ.
കാൽ നൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ എല്ലാത്തരം വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു. നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ. സ്വാദിൽ ഒരൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ വിഭവസമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം ഫോൺ 9744406785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ഹൈറേഞ്ചിന്റെ കവാടമായ തൊടുപുഴയിൽ രുചിവൈവിധ്യങ്ങളുടെ നിറക്കലവറയായി വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ. കൈപുണ്യത്തിന്റെ മികവ് തെളിയിച്ചുകൊണ്ട് വിവിധയിനം ദോശകൾ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് എന്നിങ്ങനെ കലർപ്പില്ലാത്ത വെജിറ്റേറിയൻ വിഭവങ്ങൾ. ഗ്രഹാതുരത്വം തുളുമ്പുന്ന അന്തരീക്ഷത്തിൽ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ, തൊടുപുഴ മൂവാറ്റുപുഴ റോഡ്, മടക്കത്താനം, കൊച്ചങ്ങാടി. ഇരട്ടി മധുരവുമായി വുഡ്ലാൻഡ് സ്വീറ്റ്സ് എന്ന മധുരക്കലവറയും. ഞങ്ങളുടെ മറ്റൊരു സഹോദര സ്ഥാപനം വിജയ ബ്രിക്സ്, മടക്കത്താനം, കൊച്ചങ്ങാടി.